നമസ്കാരം. കേരള വിഷൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്കാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. അതുപോലെ തന്നെ മണ്ഡലത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പോളിംഗ് യന്ത്രങ്ങളുടെയൊക്കെ വിതരണോദ്ഘാടനവും ഇന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ്, ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കാൻ ധാരണയായിട്ടുണ്ട്. ഇന്ത്യയും കാനഡയും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായിട്ടൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകന്മാരുടെ സമരം ഇങ്ങനെ തുടരുകയാണ്. ഈ ആശാപ്രവർത്തകന്മാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനമാകുന്നുണ്ട്. മഹാറാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് ഇന്ന് പരിശീലനം നൽകുന്നുണ്ട് സർക്കാർ. അതുപോലെ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 2 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. കണ്ണൂരും കാസർഗോഡും ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതുപോലെ നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് നിശബ്ദ പ്രചാരണം.